ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് PLCയെ പറ്റിയിട്ടായിരുന്നു അല്ലേ. വി ഹാവ് സീൻ വാട്ട് ഈസ് PLC. എന്തായിരുന്നു PLC എന്ന് പറയുന്നത്? PLC is a solid state device which is used to perform logic function which is previously done by electromechanical റിലേസ് അല്ലെ. ഇലക്ട്രോമെക്കാനിക്കൽ റിലേസ് യൂസ് ചെയ്ത് പണ്ട് ചെയ്തിരുന്ന ലോജിക്കൽ ഫങ്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് PLC എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡിവൈസ് വെച്ച് ചെയ്തത്. അപ്പം അതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ കണ്ടു. വിഷ്വൽ ഒബ്സർവേഷൻ, ഇംപ്ലിമെന്റിങ് ചേഞ്ചസ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ്, അതുപോലെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കോണ്ടാക്ട് ക്യാൻ ബി എലിമിനേറ്റഡ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് കണ്ടു. കുറേ ഡിസഡ്വാൻറ്റേജസ് കണ്ടു. ന്യൂവർ ടെക്നോളജിയാണ്, ഫ്രീ സേഫ് ഓപ്പറേഷൻ ആണ്, എൻവറോൺമെന്റ് കൺസിഡറേഷൻ ഒരു ഇഷ്യൂ ആണ്. അതൊക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് ഓവറോൾ PLC ബ്ലോക്ക് ഡയഗ്രാം. സോ ഈച്ച് PLC ഹാസ് മൈക്രോ processor or controller unit, then memory. Memory means it includes both RAM and ROM, then programmer bar monitor, then input module and output module. So the purpose of input module and output module was അത് ഇൻപുട്ടിനെ CPU-ന് ആവശ്യമായ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഐസോലേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യാം. അതേപോലെ ഔട്ട്പുട്ടിലേക്ക് ഐസോലേറ്റ് ചെയ്ത് ഹൈ വോൾട്ടേജ് കൊടുക്കുക. അതൊക്കെയായിരുന്നു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മോഡ്യൂളിന്റെ പർപ്പസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ PLCയുടെ ഇൻട്രൊഡക്ഷൻ കണ്ടത്. ദെൻ വി ഹാവ് ഗോൺ ടു ലാഡർ ഡയഗ്രാം. സോ അവിടെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? അവിടെ NC കോണ്ടാക്ട് എന്താണ്, NO കോണ്ടാക്ട് എന്താണെന്ന് നോക്കി. അതുപോലെ തന്നെ കോയിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. ലാഡർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ലൈന്, ലാഡർ എന്ന് പറയുമ്പോൾ ഒരു പവർ ലൈനും ഒരു ഗ്രൗണ്ട് ലൈനും ഉണ്ടാവുക. ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു ലൈനിൽ നമുക്ക് എത്ര കോണ്ടാക്റ്റും വേണമെങ്കിലും വരക്കാം. ഒരു കോയിലേ വരക്കാൻ പാടുള്ളൂ. അതേപോലെ ഒരു കോയിലിന്റെ അഡ്രസ്സ് വെച്ചിട്ട് എത്ര കോണ്ടാക്റ്റ് വേണമെങ്കിലും, NC കോണ്ടാക്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഒരു കോണ്ടാക്റ്റിൽ തന്നെ നമുക്ക് എത്ര NC കോണ്ടാക്ട് വേണമെങ്കിലും, മൾട്ടിപ്പിൾ NC കോണ്ടാക്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഒരു കോണ്ടാക്റ്റിന് ഒരിക്കലും ഒരു കോയിലിന്റെ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെയായിരുന്നു നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടത്. ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു. പിന്നെ ഓരോ ഗേറ്റും എങ്ങനെയാണ് ലാഡർ ഡയഗ്രാം വെച്ചിട്ട് വരക്കുക എന്നുള്ളതും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈമറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ടൈമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഡിലേ, ഓക്കെ, പിന്നെ ഇപ്പം സ്ക്രീന് കാണുന്നുണ്ടാവും അല്ലെ. ഓക്കെ, ഇപ്പൊ PPT കാണുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ടൈമർ ഫംഗ്ഷൻ. ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എനിക്കുണ്ടാവും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്. ഇപ്പൊ ഞാൻ മെഷീൻ ഓൺ ആക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യണം. അത് മെഷീന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് വന്നതാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഞാൻ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മെഷീൻ സ്റ്റാർട്ട് ആക്കണം. അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പം അതിലൊരു പർട്ടിക്കുലർ സിഗ്നൽ വന്നു, അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മെഷീൻ ഓഫ് ആക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ടൈമിങ്ങുമായിട്ട് വരുന്ന അവസരങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടൈമർ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മിക്കവാറും ആപ്ലിക്കേഷനിൽ ഇങ്ങനെയായിരിക്കും. ഇന്ന് സിഗ്നൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇന്ന് സെൻസർ സെൻസ് ചെയ്തതിന് ശേഷം ഇത്ര ടൈമിന് ശേഷം ഇന്ന് മോട്ടോർ ഓൺ ആക്കുമോ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരുമ്പോഴാണ് ടൈമർ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലെ, ഒരു പർട്ടിക്കുലർ സിഗ്നൽ റിസീവ് ചെയ്തതിന് ശേഷം ഇത്ര ടൈമിന് ശേഷം ഒരു ഓപ്പറേഷൻ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ടൈമറാണ്. ഓക്കെ, സോ PLC provides several type of timer function. However, PLC manufacturer may provide
ഡിഫറെൻറ്റ് ഡെഫിനേഷൻ ഫോർ ഈച്ച് ടൈമർ ഫംഗ്ഷൻ. ഓരോ കമ്പനി നോക്കുമ്പോഴും അതിൽ അവർ ഡിസൈൻ ചെയ്യുന്ന PLC എന്ന് പറയുന്നത് പല ടൈപ്പിലായിരിക്കും, പല രീതിയിലായിരിക്കും, എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻപുട്ട് ടൈമറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിംഗിൾ ഇൻപുട്ട് ടൈമർ. That means that timer will be having only one input. Okay, we'll see what is that. A single input timer is also known as non-retentive timer. Okay, അതിന്റെ വേറൊരു പേരാണ് non-retentive timer. Energizing an input, IN001 എന്ന് പറയുന്നത് energizing an input causes the timer to run for 14 seconds. അതൊരു എക്സാമ്പിൾ വെച്ച് പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഡയഗ്രത്തിലേക്ക് വരാം. ഓക്കെ, ദിസ് ഇസ് സിംഗിൾ ഇൻപുട്ട് ടൈമർ. ഓക്കെ, അപ്പം ഒരു ഇൻപുട്ട് മാത്രമാണ്. നമുക്കറിയാം IN001 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടാണ് നമ്മൾ ഈ ടൈമറിലേക്ക് കൊടുക്കുന്നത്, വേറെ ഇൻപുട്ട് ഒന്നുമില്ല. അപ്പൊ ടൈമറിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് പ്രീസെറ്റ് 014. 14 സെക്കൻഡിലേക്കാണ് ഈ ടൈമർ ഡിലേ ചെയ്യേണ്ടത്. ഓക്കെ, ആ ടൈമറിന്റെ ഒരു അഡ്രസ് ഉണ്ട്, TS017. ആ ടൈമറിന്റെ അഡ്രസ്സാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റർ HR102 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ടൈമിംഗ് ആക്ഷൻ നടക്കാൻ വേണ്ടി ഒരു രജിസ്റ്റർ സ്പെസിഫൈ ചെയ്യുന്നതാണ്. അതിനൊന്നും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട നിങ്ങൾ. ഒരു രജിസ്റ്ററിലാണ് ഈ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കൗണ്ടിങ് ആണ്. ഓക്കെ, അതായത് 14 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വാച്ച് പോലെ അത് 14 സെക്കൻഡ് ഇങ്ങനെ ഉള്ളിൽ രജിസ്റ്ററിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യും. അത് ചെയ്യാനുള്ള രജിസ്റ്റർ ആണിത്. അതിന് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു 1 സെക്കൻഡ് ബേസിൽ കൗണ്ട് ചെയ്യുന്ന ഒരു ടൈമർ ആണെന്ന് വിചാരിക്കുക. ഒരു പ്രീസെറ്റ് വാല്യൂ ഞാൻ ആദ്യം സെറ്റ് ചെയ്യുന്നു. ആ ടൈമറിന്റെ അഡ്രസ് ആണ് TS017. ഓക്കെ, അപ്പോൾ അതിന് ഒറ്റൊരു ഇൻപുട്ടേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ആ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് IN001 ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ I1 I2 അത് തന്നെയാണ്. ഇത് വേറൊരു PLC ആയതുകൊണ്ട് വേറൊരു അഡ്രസ് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ I1 എന്ന് പറയുന്ന ഒരു സ്വിച്ച് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു പ്രീസെറ്റ് വാല്യൂ. എത്രത്തോളം ഡിലേ വേണം ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും ഉള്ള ഡിലേ, അല്ലെ, എത്രത്തോളം ഡിലേ ആണ് അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്, അതാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്, പ്രീസെറ്റിൽ കൊടുക്കേണ്ടത്. സോ നൗ ഇഫ് സമ്മൺ എനർജൈസസ് ദിസ് കോണ്ടാക്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട് ഇതിന് എക്സ്റ്റേണൽ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സെൻസർ ഉണ്ട്, സെൻസർ ഓർ സ്വിച്ച്. ഓക്കെ, ആ സെൻസർ നമ്മൾ എനർജൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ കോണ്ടാക്ട് എന്താവും, ക്ലോസ്ഡ് കോണ്ടാക്ട്. സോ വാട്ട് ഹാപ്പൻസ്, ഇത് ടൈം കൗണ്ട് ചെയ്യാൻ തുടങ്ങും, അല്ലെ. അപ്പം ഇനീഷ്യലി 0, പ്രീസെറ്റ് വാല്യൂ 14 ആണ്, ഇനീഷ്യലി 0 ആണ്. ഇത് ക്ലോസ് ആയ മൊമെന്റ് മുതൽ ഇത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, അങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. 4 സെക്കൻഡ്, 5 സെക്കൻഡ്, അങ്ങനെ എപ്പോഴാണോ ഇത് 14 സെക്കൻഡ് ആവുന്നത്, അപ്പൊ ഈ ഒരു അഡ്രസ്സിൽ TS017 എന്ന് പറയുന്ന അഡ്രസ്സിൽ ഞാനിപ്പോ ഒരു കോണ്ടാക്ട് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ TS017 14 സെക്കൻഡ്, ഇതിൽ ടൈമിങ് 14 സെക്കൻഡ്, അതായത് പ്രീസെറ്റ് വാല്യൂന് ഈക്വൽ ആവുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ഈ കോണ്ടാക്ട് ഇനീഷ്യലി NO ആണെങ്കിൽ അത് ക്ലോസ്ഡ് കോണ്ടാക്ട് ആവും, NC ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഓപ്പൺ കോണ്ടാക്ട് ആയി മാറും. ഓക്കെ, അപ്പം നമുക്കൊരു 2 ക്വസ്റ്റ്യൻ വരും. ഇത് എപ്പോഴാണ് തിരിച്ച് പഴയ പോലെ ആകുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഈ സെൻസർ റിലീസ് ആവുകയോ അല്ലെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും NC എന്നുള്ളത് ഓപ്പൺ കോണ്ടാക്ട് ആയി മാറും. ആ സമയത്ത് ഈ ടൈമർ റീസെറ്റ് ആവും. റീസെറ്റ് എന്ന് പറയുമ്പോൾ പഴയ പടിയായി. ഓക്കെ, അത് എപ്പോഴൊക്കെ റീസെറ്റ് ആവും, ഈ പ്രീസെറ്റ് വാല്യൂ എത്തുന്നതിന് മുമ്പ് അത് റിലീസ് ചെയ്താലും റീസെറ്റ് ആവും, പ്രീസെറ്റ് വാല്യൂ കഴിഞ്ഞിട്ടും റിലീസ് ചെയ്ത് കഴിഞ്ഞാലും അത് റീസെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സിംഗിൾ ഇൻപുട്ട് ടൈമറിനെ പറ്റിയിട്ടാണ്. സിംഗിൾ ഇൻപുട്ട് ടൈമറിൽ എന്താണുള്ളത്, ഒരു ഇൻപുട്ട് മാത്രമാണ് നമുക്ക് ഉള്ളത്, അല്ലെ. അപ്പം ഒരു പ്രീസെറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, എത്രത്തോളം ഡിലേ വേണം എന്നുള്ളത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇഫ് യു എനേബിൾ ഓർ ക്ലോസസ് ദിസ് കോണ്ടാക്ട്, ഏതെങ്കിലും ഒരു സ്വിച്ചോ അല്ലെങ്കിൽ സെൻസറോ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഈ ടൈമർ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. എവിടെ നിന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങും, 0 എന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. 0, 1, 2, 3, 4 അങ്ങനെ ഒരു 14 എന്ന് പറയുന്ന വാല്യൂ. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിലാണ് 14. നിങ്ങൾക്ക് എത്ര സെക്കൻഡ് വേണം അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എപ്പോഴാണോ നിങ്ങളുടെ ടൈമിംഗ് ഈ പ്രീസെറ്റ് വാല്യൂ ആയിട്ട് ഈക്വൽ ആവുന്നത്, അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കോണ്ടാക്ട്, അതായത് TS017 എന്നുള്ളതാണ് അഡ്രസ്.
ആ അഡ്രസ്സിന് കണക്കായി ഒരു കോണ്ടാക്ട് നമുക്ക് വരക്കാൻ പറ്റും. ആ കോണ്ടാക്ടിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യും. കോണ്ടാക്ടിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? NC ആണെങ്കിൽ ഓപ്പൺ ആയി മാറും, NO ആണെങ്കിൽ ക്ലോസ് ആയി മാറും. അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഇൻപുട്ട് ടൈമർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ ഒരു കോണ്ടാക്ട്, ആ സിംഗിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഓപ്പൺ കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ ടൈമർ അവിടെ റീസെറ്റ് ചെയ്തു പോയി അല്ലെ. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം, മൾട്ടിപ്പിൾ ഇൻപുട്ട് ടൈമർ. ഈ ഒരു ടൈമറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 2 ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ടൈമർ റണ്ണ് ചെയ്യാനും, രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എനേബിൾ ചെയ്യാനും, എനേബിൾ അല്ലെങ്കിൽ റീസെറ്റ്. ഓക്കെ, അപ്പം ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രീസെറ്റ് വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഞാൻ 14 സെക്കൻഡ് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു രജിസ്റ്റർ ഉണ്ട്, അതിനെപ്പറ്റി ഇപ്പൊ ആലോചിക്കണ്ട അവിടെ വെച്ച്. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ഇൻപുട്ട് ഉണ്ട് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് എന്ത് സംഭവിക്കും? ഇനീഷ്യലി ഞാൻ ഈ റണ്ണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ടൈമർ സ്റ്റാർട്ട് ചെയ്യില്ല. നേരത്തെ കേസിൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു അല്ലെ, ഈ കേസിൽ സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം എന്താ? ഈ ടൈമർ എനേബിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ ടൈമർ റണ്ണ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് ക്ലോസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്താൽ എനേബിൾ ബാർ റീസെറ്റ് എന്ന് പറയുന്ന ആ ഇൻപുട്ട്, അപ്പം I2 ആണ് ഇത് ഉദ്ദേശിക്കുന്നതെങ്കിൽ I2 എന്ന് പറയുന്ന ഇൻപുട്ട് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ I1 എന്നുള്ള ഇൻപുട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ I2 എന്ന് പറയുന്ന ഇൻപുട്ട് ഇനീഷ്യലി ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ടൈമർ എന്താവും? എനേബിൾ ആവും. അതിനുശേഷം നിങ്ങൾ ഈ റണ്ണ് ക്ലോസ് ചെയ്താൽ ടൈമർ റൺ ചെയ്യാൻ തുടങ്ങും. 0, 1, 2, 3 അങ്ങനെ റൺ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ ഒരു ടൈമിന് ശേഷം ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും, റൺ എന്ന് പറയുന്ന ആ കോണ്ടാക്ട് അല്ലെങ്കിൽ I1 എന്ന് പറയുന്ന കോണ്ടാക്ട് ഓപ്പൺ ആയി കഴിഞ്ഞാലും റീസെറ്റ് ആവില്ല. ആ വാല്യൂ ഇപ്പം എത്രയാണോ വാല്യൂ ഉള്ളത്, ഇപ്പം 3 വരെ കൗണ്ട് ചെയ്തെങ്കിൽ ആ 3 എന്ന് പറയുന്ന വാല്യൂ അവിടെ സ്റ്റോർ ആവും. വീണ്ടും റണ്ണ് കൊടുക്കുമ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. 3, 4, 5, 6 അല്ലെ. അങ്ങനെ 14 ആവുമ്പോൾ എന്താവും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു കോണ്ടാക്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്ടിന്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. TS017. ഓക്കെ, അപ്പം വീണ്ടും അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എനേബിൾ പിൻ, നേരത്തെ ക്ലോസ് ചെയ്ത എനേബിൾ പിന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ടൈമർ റീസെറ്റ് ആവും. ഒന്നുകൂടെ പറയാം, രണ്ടാമത് ആദ്യം നമ്മൾ സിംഗിൾ ഇൻപുട്ട് ടൈമർ പഠിച്ചു. സിംഗിൾ ഇൻപുട്ട് ടൈമറിൽ എനേബിൾ ചെയ്യാനും റീസെറ്റ് ചെയ്യാനും റൺ ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ഒരു ഇൻപുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മൾട്ടിപ്പിൾ ഇൻപുട്ട് ടൈമർ എന്ന് പറയുമ്പോൾ എനേബിൾ ചെയ്യാനും റൺ ചെയ്യാനും വേറെ വേറെ ഇൻപുട്ടാണ് നമുക്കുള്ളത്. അപ്പൊ ആദ്യം എനേബിൾ ചെയ്യാം, അതായത് ആ കോണ്ടാക്ട് ക്ലോസ് ചെയ്യാം, എനേബിൾ പിന്നിൽ കണക്ട് ചെയ്ത കോണ്ടാക്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം റണ്ണിൽ വരുന്ന ഇൻപുട്ടിനനുസരിച്ച് എന്ത് സംഭവിക്കും? ടൈമർ റൺ ആവും. ഓക്കെ, അത് പകുതിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും റീസെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത റണ്ണ് തുടങ്ങുന്നത് എവിടെയായിരിക്കും? എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ മുതലാണ് അടുത്ത റണ്ണ് തുടങ്ങുന്നത്. നമുക്കത് വായിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. സപ്പോസ് that IN002 is closed, that is I2, okay, and IN001 is turned on. Okay, അപ്പോൾ രണ്ടും I1 ഉം I2 ഉം ക്ലോസ് ചെയ്തു. After 6 seconds I1 is opened. I1 ഓപ്പൺ ആക്കി. The timer retains a count of 6. ടൈമറിൽ ആ 6 എന്ന് പറയുന്ന കൗണ്ട് അവിടെ തന്നെ ഉണ്ടാവും അല്ലെ. അതായത് പ്രീസെറ്റ് വാല്യൂ റീച്ച് ആയിട്ടില്ലെങ്കിൽ ആ കൗണ്ട് റീസെറ്റ് ചെയ്താൽ അവിടെ തന്നെ ഉണ്ടാവും. Timing has not reached the preset value of 14 seconds and the timer output is still off. ശരിക്കും 14 സെക്കൻഡ് പാസ് ചെയ്ത് കഴിഞ്ഞാലും ടൈമർ റൺ ചെയ്യാത്തതുകൊണ്ട് 6 എന്ന് പറയുന്ന വാല്യൂ അവിടെ തന്നെ ഉണ്ടാവും. ടൈമറിന്റെ വാല്യൂ 14 സെക്കൻഡ് ഒരിക്കലും റീച്ച് ആവില്ല. ഔട്ട്പുട്ട് ഇപ്പോഴും ഓഫ് ആയിരിക്കും. The timer the timer does not reset until I2 is opened. റീസെറ്റ് ഓപ്പൺ ആക്കുന്നവരെ, റീസെറ്റ് അല്ലെങ്കിൽ എനേബിൾ കോണ്ടാക്ട് ഓപ്പൺ ആക്കുന്നവരെ ടൈമർ റീസെറ്റ് ആവില്ല. ആഫ്റ്റർ 8 more seconds ഓഫ് I1 being closed, വീണ്ടും ഒരു 8 സെക്കൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നേരത്തെ 6ഉം ഇപ്പോഴത്തെ 8ഉം കൂടി 14 ആയി അല്ലെ. ദ ടൈമർ കോയിൽ വിൽ എനർജൈസ്. എപ്പോഴെങ്ങനെയാണ്? നേരത്തെ 6ഉം ഇപ്പോഴത്തെ 8ഉം വെച്ച് 14 വരുമ്പോൾ ടൈമർ കോയിൽ എനർജൈസ്. അപ്പം അത് 14 ആയി. പിന്നെ എപ്പോഴാണ് റീസെറ്റ് ചെയ്യുക? നിങ്ങൾ റീസെറ്റ് അല്ലെങ്കിൽ എനേബിൾ പിൻ എന്ന് പറയുന്നത്
എനേബിൾ പിൻ എന്ന് പറയുന്നത് ഓപ്പൺ ആക്കുമ്പോഴാണ് അത് റീസെറ്റ് ചെയ്യുക. അപ്പൊ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഇത് ഞാനൊരു വെച്ചൊരു മെഷീനെ കൺട്രോൾ ചെയ്യലാണ്. ഓക്കെ, വെച്ചിട്ട് ഒരു മെഷീനെ ഞാൻ കൺട്രോൾ ചെയ്യാണ്. മെഷീന്റെ O1 എന്ന് പറയുന്ന ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യാണ്. ടൈമിങ് കഴിഞ്ഞു, 14 സെക്കൻഡ് ആയി, മോട്ടർ ഓൺ ആയി. മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉടനെ മോട്ടർ ഓഫ് ആയി പോയി അല്ലെ. റൺ എന്ന് പറയുന്നത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടനെ മോട്ടർ ഓഫ് ആയി. പക്ഷെ ഈ ഒരു കേസിൽ ഇത് 14 സെക്കൻഡ് ആയി, ഒരു മോട്ടർ ഓൺ ആയി, റണ്ണ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓണിൽ തന്നെ തിരിയും, കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണോ റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഈ മോട്ടർ ഓഫ് ആവും. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്തൊരു എക്സസൈസ് ആണ്. To design a program for the following condition, start a mission after 5 seconds. ഓക്കെ, വളരെ ഈസിയാണ് അല്ലെ. ഒരു ടൈമർ പ്ലേസ് ചെയ്തു. ഇതാണ് ഞാൻ വെച്ച ടൈമർ. ഇതൊരു ഞാൻ വേറൊരു സോഫ്റ്റ്വെയർ വെച്ച് വരച്ചതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നത്. ടൈമറിന്റെ പേര് എന്ന് പറയുന്നത് T001 ആണ്. ടൈമറിലേക്ക് നമ്മളൊരു 5 സെക്കൻഡ് സെറ്റ് ചെയ്തു. അതാണ് 5 സെക്കൻഡ് ടൈമർ, അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്തത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ, കമ്പ്യൂട്ടറിന് സാധാരണ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റും. I1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു. സോ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇൻപുട്ട് ക്ലോസ് ചെയ്യാം. 5 സെക്കൻഡ് കഴിയുമ്പോൾ T001 എന്ന് പറയുന്ന കോണ്ടാക്ട് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ 5 സെക്കൻഡ് ഡിലേ കഴിയുമ്പോൾ ഇനീഷ്യലി അത് ഓപ്പൺ ആയിരിക്കും. ടൈമർ എപ്പോഴാണോ, ടൈമറിന്റെ വാല്യൂ എപ്പോഴാണോ പ്രീസെറ്റ് വാല്യൂവിന് ഈക്വൽ ആവുന്നത് അപ്പോൾ ഇതെന്താവും, ക്ലോസ് ആവും. ഓട്ടോമാറ്റിക്കലി Q1 ഓൺ ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് ഓൺ ആയി. ഇങ്ങനെയാണ് ടൈമർ യൂസ് ചെയ്യേണ്ടത്. അടുത്തൊരു എക്സസൈസ്, സ്റ്റാർട്ട് 3 മെഷീൻ കോൺസിക്വന്റ്ലി ആഫ്റ്റർ 3 സെക്കൻഡ്. 3 മെഷീൻ ഉണ്ട്. ആദ്യം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ആദ്യം മെഷീൻ ഓൺ ആവുന്നു, 3 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത മെഷീൻ ഓൺ ആവുന്നു, 3 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും അടുത്ത മെഷീൻ ഓൺ ആവുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഓൺ ആക്കുന്നു, 3 സെക്കൻഡ് കഴിഞ്ഞ് ഒരു മെഷീൻ ഓൺ ആവുന്നു, വീണ്ടും 3 സെക്കൻഡ് കഴിഞ്ഞ് ഒരു മെഷീൻ ഓൺ ആവുന്നു, വീണ്ടും 3 സെക്കൻഡ് കഴിഞ്ഞ് മൂന്നാമത്തെ മെഷീൻ ഓൺ ആവുന്നു. ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ അതെങ്ങനെയാണ് ചെയ്യാന്ന്? ആരെങ്കിലും ഒരാള് ജസ്റ്റ് പറഞ്ഞാൽ മതി, വരയ്ക്കാനൊന്നും നമുക്ക് ഇപ്പം നേരത്തെ കാണിച്ച പോലെ മൾട്ടിപ്പിൾ യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു I1 കൊടുത്ത് Q1 എന്ന് പറയുന്ന മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. Q1ന്റെ കോണ്ടാക്ട് അല്ലെ, Q1ന്റെ കോണ്ടാക്ട് വെച്ചിട്ടാണ് ടൈമർ റൺ ചെയ്യുന്നത്. ആദ്യം I1 എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. Q1 ഓൺ ആയി. ആ Q1 ഓൺ ആകുമ്പോൾ ഇത് ക്ലോസ് ആവും. ആ കോണ്ടാക്ട് വെച്ചിട്ടാണ് ടൈമർ റൺ ആവുന്നത്. ടൈമർ 3 സെക്കൻഡ് കഴിയുമ്പോൾ, 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഓൺ ആക്കേണ്ടത് അല്ലെ. 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കോണ്ടാക്ട് ക്ലോസ് ആവും. അപ്പൊ ഈ ഔട്ട്പുട്ട് ഓൺ ആയി. അപ്പൊ സെക്കൻഡ് ഔട്ട്പുട്ട് ഓൺ ആയി അല്ലെ. അപ്പം അതേ ടൈമർ 1ന്റെ, ഒന്നെങ്കിൽ Q2ന്റെ കോണ്ടാക്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൈമർ 1ന്റെ കോണ്ടാക്ട് യൂസ് ചെയ്യാം, ഏതായാലും നിങ്ങളെ ഇഷ്ടം. അപ്പം ഇത് ടൈമർ 1ന്റെ കോണ്ടാക്ട് കഴിയുമ്പോൾ അത് ടൈമർ 2ലേക്ക് കൊടുത്തു. വീണ്ടും 3 സെക്കൻഡ് കഴിയുമ്പോഴാണ് ടൈമർ 2 ക്ലോസ് ആവുക. അപ്പൊ ലാസ്റ്റ് മൂന്നാമത്തെ ഔട്ട്പുട്ടും ഓൺ ആയി. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഈ ഒരു പ്രോസസ്സിന് എങ്ങനെ ചെയ്തിരിക്കുന്നത്, ആദ്യം ഒരു സ്വിച്ച് ഞെക്കുന്നു, ഒരു ഔട്ട്പുട്ട് ഓൺ ആവുന്നു, 3 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത ഔട്ട്പുട്ട് ഓൺ ആവുന്നു, വീണ്ടും 3 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത ഔട്ട്പുട്ട് ഓൺ ആവുന്നു. അങ്ങനെ 3 ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം ആദ്യം ഇനീഷ്യലി സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഔട്ട്പുട്ട് ഓൺ ആയി. ആ ഫസ്റ്റ് ഔട്ട്പുട്ടിന്റെ കോണ്ടാക്ട് ആണ് നമ്മൾ ആദ്യത്തെ ടൈമറിലേക്ക് കൊടുത്തത്. അപ്പൊ എന്ത് സംഭവിച്ചു, ഫസ്റ്റ് ഔട്ട്പുട്ട് ഓൺ ആയപ്പോൾ ഉടനെ തന്നെ ഈ കോണ്ടാക്ട് ക്ലോസ് ആയി, ടൈമർ റൺ ചെയ്യാൻ തുടങ്ങും അല്ലെ. ആ സമയത്ത് ടൈമറിന്റെ കോണ്ടാക്ട് എല്ലാം ടൈമർ പ്രീസെറ്റ് വാല്യൂവിന് ഈക്വൽ ആയാൽ മാത്രമേ ഇതൊക്കെ ക്ലോസ് ആവും, ബാക്കിയുള്ള കോണ്ടാക്റ്റുകളൊക്കെ ക്ലോസ് ആവും. അപ്പം പ്രീസെറ്റ് വാല്യൂവിന് ഈക്വൽ ആവുന്നത് വരെ അത് റൺ ആവും. ടൈമർ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. 3 സെക്കൻഡ് ആവുമ്പോൾ ഈ കോണ്ടാക്ട് ക്ലോസ് ആവും, ഈ കോണ്ടാക്ട് ക്ലോസ് ആവും. രണ്ടും ടൈമറിന്റെ കോണ്ടാക്ട് ആണ് അല്ലെ. ഇത് ക്ലോസ് ആവില്ല, ഇത് ടൈമർ 2ന്റെ കോണ്ടാക്ട് ആണ്. ടൈമർ 1ന്റെ കോണ്ടാക്ട് ക്ലോസ് ആയ ഉടനെ Q2 ഓൺ ആവും. അതേപോലെ ടൈമർ 2 കൗണ്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, അങ്ങനെ 3 സെക്കൻഡിന് ഈക്വൽ ആവുമ്പോൾ ടൈമർ 2ഉം ക്ലോസ് ആവും, ഔട്ട്പുട്ട് വരും. അങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്
വീണ്ടും നിങ്ങൾക്കുള്ളൊരു എക്സസൈസ് ആണ്. ഇത് ആരെങ്കിലും പറഞ്ഞു തരണം, ഇത് വരക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഡിസൈൻ എ പ്രോഗ്രാം ഫോർ എ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ഓഫ് എ മെറ്റൽ പാർട്ട്. The coolant flow on the part must be on for an interval before the grinding process starts. അതായത് നിങ്ങൾക്കൊരു മെഷീൻ ഉണ്ട്, ഗ്രൈൻഡിങ് മെഷീൻ ആണത് അല്ലെ. ആ ഗ്രൈൻഡിങ് മെഷീന്റെ മോട്ടർ, ഗ്രൈൻഡിങ്ങിന്റെ മോട്ടർ ഓൺ ആവുന്നതിന്റെ കുറച്ച് സെക്കൻഡ് മുന്നേ കൂളന്റിന്റെ മോട്ടർ ഓൺ ആവണം അല്ലെ. വെൻ ദ പ്രോസസ് സർക്യൂട്ട് ഈസ് ടേൺഡ് ഓൺ, ദ കൂളന്റ് മോട്ടർ ഈസ് ടേൺഡ് ഓൺ. അപ്പൊ ഇനീഷ്യലി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഏത് മോട്ടർ ഓൺ ആവുന്നത്? കൂളന്റിന്റെ മോട്ടറാണ് ഓൺ ആവുന്നത്. 8 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്രൈൻഡിങ്ങിന്റെ മോട്ടർ ഓൺ ആവുന്നത്. അതാണ് നമ്മൾ പ്രോസസ്സ് അല്ലെ. ഇനീഷ്യലി സ്വിച്ച് ഞെക്കുമ്പോൾ കൂളന്റ് പമ്പ് ചെയ്യാൻ തുടങ്ങുന്നു, കൂളന്റ് മോട്ടർ ഓൺ ആയി, കൂളന്റ് പമ്പ് ചെയ്യുന്നു. 8 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്രൈൻഡിങ്ങിന്റെ മോട്ടർ ഓൺ ആവുന്നത്. ഓക്കെ, അത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഒരു സ്വിച്ച് മൊത്തം മെഷീനെയും ഓഫ് ആക്കാൻ വേണ്ടി ഒരു സ്വിച്ച് പ്ലേസ് ചെയ്തു. കൂളന്റ് മോട്ടർ ഓൺ ആക്കാൻ അല്ലെങ്കിൽ മെഷീന്റെ ഓൺ ആക്കാൻ വേണ്ടി ഒരു സ്വിച്ച് പ്രസ് ചെയ്തു. ഇതിന് നമ്മൾ ഫസ്റ്റ് മോട്ടർ, ഇതാണ് കൂളന്റ് മോട്ടർ അല്ലെ. കൂളന്റ് മോട്ടർ ഇവിടെ കണക്ട് ചെയ്തു. കൂളന്റ് മോട്ടറിന്റെ കോണ്ടാക്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ലാച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. കാരണം ഒരിക്കൽ കൂളന്റ് മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ അത് ഓഫായി പോകാൻ പാടില്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മൊമെന്ററി സ്വിച്ച് ആണ്. ഓക്കെ, അപ്പൊ ഇന്നലെ പറഞ്ഞതനുസരിച്ച് എന്ത് സംഭവിക്കും? ഇത് ക്ലോസ് ചെയ്യും, കൂളന്റ് മോട്ടർ ഓൺ ആവും. അപ്പൊ കറണ്ട് ഏത് വഴി പോവും? ഈ വഴി ഫ്ലോ ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു വഴിയും ഫ്ലോ ചെയ്യും. ഇപ്പൊ ഞാൻ ഈ സ്വിച്ച് റിലീസ് ചെയ്താലും, I1 എന്ന് പറയുന്ന സ്വിച്ച് റിലീസ് ചെയ്താലും Q1 ഓഫ് ആവില്ല. കാരണം എന്താ? കറണ്ട് സപ്ലൈ Q1ന്റെ കോണ്ടാക്ട് വഴി ഉണ്ട്. കൂളന്റ് മോട്ടർ ഓൺ ആയി, സ്വിച്ച് പ്രസ് ചെയ്ത ഉടനെ കൂളന്റ് മോട്ടർ ഓൺ ആയി. കൂളന്റ് മോട്ടർ ഓൺ ആയി കഴിഞ്ഞ ഉടനെ കൂളന്റിന്റെ രണ്ടാമത്തെ, നേരത്തെ Q1 എന്ന് പറയുന്ന കോണ്ടാക്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ വീണ്ടും ഒരു കോണ്ടാക്ട് യൂസ് ചെയ്തിട്ടുണ്ട് Q1 എന്ന് പറഞ്ഞിട്ട്. ഇതും ക്ലോസ് ആവും. ഇത് ക്ലോസ് ആയ ഉടനെ ടൈമർ റൺ ചെയ്യാൻ തുടങ്ങും. ടൈമർ 5 സെക്കൻഡ് ആണ് സെറ്റ് ചെയ്തത്. 1 2 3 4 5 സെക്കൻഡിന് ഈക്വൽ ആവുന്ന സമയത്ത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 8 സെക്കൻഡ് ആണ്. ഓക്കെ, സോറി, 8 സെക്കൻഡ് ആണ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 8 സെക്കൻഡ് ആണ് സെറ്റ് ചെയ്ത് വെക്കുക. 8 സെക്കൻഡിന് ഈക്വൽ ആവുന്ന സമയത്ത് ഈ ടൈമറിന്റെ കോണ്ടാക്ട് ടൈമറിന്റെ വാല്യൂ പ്രീസെറ്റ് വാല്യൂവിന് ഈക്വൽ ആയ സമയത്ത് ടൈമറിന്റെ കോണ്ടാക്ട് എന്താവും? ക്ലോസ് ആവും. ഗ്രൈൻഡിങ്ങിന്റെ മോട്ടർ ഓൺ ആവും. ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുക എക്സാമിന് അല്ലെ. അപ്പൊ ഈ ഒരു ഡയഗ്രാം ഇത്രയും വരച്ചു വെച്ചാൽ മതി. എന്തൊക്കെയാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക, ഈ ഒരു ഡയഗ്രാം വരക്കുക, എന്തൊക്കെയാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക, ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു എക്സസൈസ് ഇന്നലെ നമ്മൾ കണ്ടതാണ്. നെക്സ്റ്റ് PLC കൗണ്ടർ. ഓക്കെ, കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമറും കൗണ്ടറും. ടൈമർ എന്ന് പറഞ്ഞാൽ ഒരു ഡിലേ, ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നതിനും ഒരു ഡിലേ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ടൈമർ യൂസ് ചെയ്യുക. കൗണ്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒക്കേഷൻസ് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഒരു ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ പെപ്സി, കൊക്കക്കോള അതുപോലെ തന്നെ ഒരു കമ്പനി ആണെങ്കിൽ, ഒരു ഡേയില് പുറത്ത് വരുന്ന ബോട്ടിലിന്റെ കൗണ്ട് എത്രയാന്നുള്ളത് മനസ്സിലാവണം അല്ലെ. അപ്പൊ ഇതിന്റെ എല്ലാ എൻഡില്, പ്രോസസ് എൻഡ് ചെയ്യുന്ന അവിടെ ഒരു കൗണ്ടറാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ആ കൗണ്ടറിൽ ഓരോ പ്രാവശ്യവും ഈ ഫില്ല് ചെയ്ത ബോട്ടിൽ വരുമ്പോൾ കൗണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ നമ്പർ ഓഫ് ഒക്കേഷൻസ് എന്ന് പറയുന്നത് അവിടെ എന്താ? ആ ബോട്ടിലിന്റെ പ്രസൻസ് ആണ് നമ്പർ ഓഫ് ഒക്കേഷൻസ് കൗണ്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം എടുക്കണം. അതൊരു ആ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നതാണ് അവിടെ വരുന്ന ആൾക്കാർ എന്നുള്ളതാണ് അവിടുത്തെ ഒക്കേഷൻ. അതിന്റെ എണ്ണം എന്ന് പറയുന്നതാണ് അവിടുത്തെ കൗണ്ട്. അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് വരുന്ന വണ്ടികളുടെ എണ്ണം വേണം അല്ലെ. പാർക്കിംഗ് ലോട്ടിലേക്ക് വരുന്ന വണ്ടികളാണ്, ഓരോ തവണ വണ്ടികൾ വരുമ്പോൾ അതാണ് അതിന്റെ ഒക്കേഷൻ. അതിന്റെ കൗണ്ട് ആണ് എന്ത് പറയുന്നത്? ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത്. PLCയിൽ കൗണ്ടർ യൂസ് ചെയ്യാം. ഇന്റേണൽ ആയിട്ട് സോഫ്റ്റ്വെയർ കൗണ്ടർ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗണ്ടർ പല ടൈപ്പ് ഉണ്ട്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് 2 ഇൻപുട്ട് കൗണ്ടർ ആണ്. ഇതാണ് 2 ഇൻപുട്ട് കൗണ്ടർ. കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു രജിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രീസെറ്റ് വാല്യൂ സെറ്റ് ചെയ്യാൻ ഒരു രജിസ്റ്റർ ഉണ്ട്, കൗണ്ട് ചെയ്യാൻ ഒരു രജിസ്റ്റർ ഉണ്ട്. ഇപ്പം സപ്പോസ് ഈ പ്രീസെറ്റ് വാല്യൂ 21 ആണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനേബിൾ ബാർ റീസെറ്റ് ഉണ്ട്. മൾട്ടിപ്പിൾ ഇൻപുട്ട് ടൈമറിൽ കണ്ട പോലെ എനേബിൾ ബാർ റീസെറ്റ് ഉണ്ട്. എനേബിൾ ചെയ്യാൻ വേണ്ടി അത് ക്ലോസ് ചെയ്യാം. ഓരോ തവണ കൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പം I1 എന്ന് പറയുന്ന സ്വിച്ച് ആണ് കൗണ്ടിലേക്ക് കൊടുത്തതെങ്കിൽ ഈ
I1 എന്ന് പറയുന്ന സ്വിച്ച് ഓരോ തവണ ഡിറ്റക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ സിഗ്നൽ ചേഞ്ച് ചെയ്യുമ്പോഴും കൗണ്ട് 0 ഇൻക്രീസ് ചെയ്ത് പോകും. അതായത് ഒരു സെൻസറാണ് നമ്മളിപ്പം പ്ലേസ് ചെയ്തതെങ്കിൽ, ഇപ്പം ഇതൊരു കൺവെയർ ആണ്, ഈ കൺവെയറിലൂടെ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സെൻസർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഓരോ തവണ, ഇതാണ് സെൻസർ, ഇത് ഒബ്ജക്റ്റ്, ഓരോ തവണ ഒബ്ജക്റ്റ് വരുമ്പോഴും ഈ സെൻസർ ഡിറ്റക്ട് ചെയ്യും. ആ സെൻസറിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ I1 കണക്ട് ചെയ്യുക. അപ്പൊ I1 ഓരോ തവണ ഒബ്ജക്റ്റ് വരുമ്പോഴും ഒരു പൾസ് ഈ കൗണ്ടറിലേക്ക് കൊടുക്കും. അതാണ് നമ്പർ ഓഫ് ഒക്കേഷൻ എന്ന് പറയുന്നതാണ്, ഒരു പൾസ് കൊടുക്കും. അപ്പൊ നമ്മളെ കൗണ്ടർ എന്ത് ചെയ്യും, ആദ്യം 0 1 ആവും, പിന്നീട് 1 2 ആവും, അടുത്ത സിഗ്നലിന് 2 3 ആവും. അങ്ങനെ എപ്പോഴാണോ കൗണ്ട് 21 ഈക്വൽ ആവുന്നത് ആ സമയം ഈ കൗണ്ടറിന്റെ കോണ്ടാക്ട്, ഇവിടെ നമ്മളൊരു കോണ്ടാക്ട് അതേ അഡ്രസ്സിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോണ്ടാക്ട് ചേഞ്ച് ആവും. ഓക്കെ, അതാണ് കൗണ്ടറിന്റെ വർക്കിംഗ്. ഇത് വേറൊരു കൗണ്ടറാണ്, അതിനകത്ത് എനേബിളും റീസെറ്റും സെപ്പറേറ്റ് ആയി കൊടുത്തു എന്നേ ഉള്ളൂ. അതേപോലെ വേറെ മൂന്നാമത്തെ ഒരു ടൈപ്പ് കൗണ്ടറാണ് അപ്പ് ഡൗൺ കൗണ്ടർ. ഇതിനകത്ത് ഒരു കൗണ്ടർ തന്നെ നമുക്ക് അപ്പ് കൗണ്ടർ ആയിട്ടും ഡൗൺ കൗണ്ടർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് I1 എന്ന് പറയുന്ന സ്വിച്ചാണ് കോണ്ടാക്റ്റിലാണ് സപ്ലൈ വരുന്നതെങ്കിൽ അപ്പ് കൗണ്ടർ ആയിട്ടും, I2 എന്ന് പറയുന്നതിലാണ് സിഗ്നൽ വരുന്നതെങ്കിൽ ഡൗൺ കൗണ്ടർ ആയിട്ടും, പിന്നെ എനേബിൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി വേറും ഒരു പിന്നും വരും. അപ്പോൾ അങ്ങനെയാണ് കൗണ്ടർ വർക്ക് ചെയ്യുക. ഓക്കെ, 3 ടൈപ്പിലുള്ള കൗണ്ടറാണ്. 2 ഇൻപുട്ടുള്ള കൗണ്ടർ, അതായത് കൗണ്ടിന്റെ ഒരു ഇൻപുട്ടും എനേബിൾ ബാർ റീസെറ്റിന്റെ ഇൻപുട്ടും. അപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ ഒരു സെൻസർ ഉണ്ട്, ഒബ്ജക്ട് സെൻസർ എന്ന് പറയും. അപ്പൊ ഒരു കൺവെയറിലൂടെ ഒബ്ജക്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പം ഓരോ തവണ ഒബ്ജക്ട് ഈ സെൻസറിന്റെ അടുത്തെത്തുമ്പോഴും ആ സെൻസറിന്റെ ഔട്ട്പുട്ട് ഒരു ഹൈ സിഗ്നൽ കൊടുക്കും. ആ സിഗ്നലാണ് നമ്മൾ ഈ കൗണ്ട് എന്ന് പറയുന്ന ഇൻപുട്ട് I1 എന്ന് പറയുന്ന PLCയുടെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഓരോ തവണ I1 ഹൈ ആവുമ്പോഴും ഈ കൗണ്ടർ കൗണ്ട് ചെയ്യും. എനേബിൾ ചെയ്താൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കും. എനേബിൾ ചെയ്തില്ലെങ്കിൽ ഈ കൗണ്ടിങ് നടക്കില്ല. അപ്പൊ എപ്പോഴാണ് 21 എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ പ്രീസെറ്റ് വാല്യൂ 21 ആണ്. അപ്പം ഏത് വേണമെങ്കിലും കൊടുക്കാം. എപ്പോഴാണോ ഈ 21 ഈക്വൽ ആവുന്നത് അപ്പം കോണ്ടാക്ട് ചേഞ്ച് ചെയ്യും, അതേ അഡ്രസ്സിലുള്ള കോണ്ടാക്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇത് രണ്ടാമത്തെ കൗണ്ടർ എന്ന് പറയുന്നത് എനേബിളും റീസെറ്റും സെപ്പറേറ്റ്, അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും. ഇനി അപ്പ് ഡൗൺ കൗണ്ടർ എന്ന് പറയുന്ന ഒരു കൗണ്ടർ യൂസ് ചെയ്ത് തന്നെ കൗണ്ടിങ് കൂട്ടാനും അതായത് കൗണ്ടിങ് കുറച്ച് കൊണ്ടുവരാനും വേണ്ടി പറ്റും. ഇതൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആൻ ഇൻഡിക്കേറ്റർ to go on when 6 part of C and 8 part D are on the conveyor. Okay, ഒരു കൺവെയർ ഉണ്ട്. നമുക്കത് ഡയഗ്രാം വരച്ച് നോക്കാം. ഞാൻ ഇങ്ങനെയൊരു കൺവെയർ വരച്ചു. അതായത് ഇവിടെ കൺവെയർ 1 ഉണ്ട്, കൺവെയർ 2 ഉണ്ട്. ഈ 2 കൺവെയറും 3 എന്ന് പറയുന്ന ഒരു കൺവെയറിൽ ജോയിൻ ആവുന്നുണ്ട്. ഇവിടുന്ന് വരുന്ന പാർട്ടിനെ പാർട്ട് C എന്ന് പറഞ്ഞ് വിളിച്ചു, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഒബ്ജക്റ്റിനെ പാർട്ട് C എന്ന് വിളിച്ചു, ഇവിടുന്ന് വരുന്ന ഒബ്ജക്റ്റിനെ പാർട്ട് D എന്ന് വിളിച്ചു. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മെയിൻ കൺവെയറിലേക്ക് പാർട്ട് C എന്ന് 6 ഒബ്ജക്റ്റ് 6 ഒബ്ജക്റ്റും അതായത് പാർട്ട് D എന്ന് 8 ഒബ്ജക്റ്റും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ആവണം. ഈ കൺവെയറിലേക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യണം, ഓൺ ആവണം. എങ്ങനെ ഓൺ ആവേണ്ടത്, പാർട്ട് C എന്ന് 6 ഒബ്ജക്റ്റും പാർട്ട് D എന്ന് അല്ലെങ്കിൽ കൺവെയർ D എന്ന് ഓക്കെ കൺവെയർ 2 എന്ന് D എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ പേരാണ്. ഓക്കെ, പാർട്ട് C എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പേരാണ്, പാർട്ട് D എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ പേരാണ്. കൺവെയർ 1 പാർട്ട് C എന്ന് പറയുന്ന 6 ഒബ്ജക്റ്റും കൺവെയർ 2 പാർട്ട് D എന്ന് പറയുന്ന 8 ഒബ്ജക്റ്റും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് ഗ്ലോ ചെയ്യണം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്ര കൗണ്ടർ വേണം? ഇവിടെ ഒറ്റ കൗണ്ടർ യൂസ് ചെയ്താൽ ശരിയാവില്ല. കാരണം എന്താ, ഇവർ സെപ്പറേറ്റ് പറയുന്നുണ്ട്, പാർട്ട് സിയും പാർട്ട് ഡിയും സെപ്പറേറ്റ് പറയുന്നതുകൊണ്ട് 2 കൗണ്ടർ തന്നെ യൂസ് ചെയ്യണം. കാരണം ടോട്ടൽ 14 എന്നുള്ളത് നമുക്ക് കിട്ടിയാൽ പോരാ. ടോട്ടൽ കൗണ്ട് 14 ആവുമ്പോൾ ലൈറ്റ് ഓൺ ആക്കണം എന്നല്ല ക്വസ്റ്റ്യനിൽ പറയുന്നത്. പാർട്ട് C 6ഉം പാർട്ട് D 8 ആവുമ്പോഴാണ് ചെയ്യേണ്ടത്. നമ്മൾ 2 സെൻസർ വെക്കണം. പാർട്ട് സിയിലെ കൗണ്ട് ചെയ്യാൻ ഒരു സെൻസറും പാർട്ട് D കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു സെൻസറും.
ഇത് I1 ആണെന്ന് വിചാരിക്കുക, ഇത് I2യിലേക്കാണ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഡയഗ്രാം വരിക. ഫസ്റ്റ് ലൈൻ നോക്കണ്ട, ഫസ്റ്റ് ലൈൻ അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. അപ്പം ഇതാണ് നമ്മുടെ I1 എന്ന് വിചാരിക്കുക, ഫസ്റ്റ് കൗണ്ടർ. ഇത് I2 ആണെന്ന് വിചാരിക്കുക, സെക്കൻഡ് കൗണ്ടർ, പാർട്ട് ഡി കൗണ്ട് ചെയ്യാനുള്ള കൗണ്ടർ. ഇത് മൊത്തത്തിൽ എനേബിൾ ചെയ്തുകൊണ്ട് CR70 എന്ന് പറയുന്ന ഒരു കൺട്രോൾ റിലേ, മാസ്റ്റർ കൺട്രോൾ റിലേ എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയി പഠിക്കാനുണ്ട്. അത് എനേബിൾ ചെയ്തുകൊണ്ട് അത് ഈ കൗണ്ടറിനൊക്കെ ഓൾറെഡി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CR70 എന്ന് പറയുന്ന റിലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് എനേബിൾ ആയി വന്നിട്ടുണ്ട്. ഇപ്പം 2 കൗണ്ടർ എനേബിൾ ചെയ്തിട്ടാണുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെൻസർ സെൻസ് ചെയ്യുന്ന സമയത്ത് S1 S2 എന്ന് പറയുന്ന സെൻസർ സെൻസ് ചെയ്യുന്നതിനനുസരിച്ച് കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇത് ഇൻക്രീസ് ചെയ്ത് 6 ആവുമ്പോഴാണ് ഈ കോണ്ടാക്ട്, ഈ അഡ്രസ്സിലുള്ള കോണ്ടാക്ട് ചേഞ്ച് ചെയ്യാം. CR18 എന്ന് പറയുന്ന കോണ്ടാക്ട് 6 ആവുമ്പോൾ ചേഞ്ച് ചെയ്യും. അപ്പോഴും ഔട്ട്പുട്ട് ഓൺ ആവുമൊന്നുമില്ല അല്ലെ. ഔട്ട്പുട്ട് എപ്പോഴും ഓൺ ആവുക, വീണ്ടും ഇതിലെ കൗണ്ടിങ്ങും നടക്കണം, പാരലായിട്ട് ഇതിന്റെ കൗണ്ടിങ് നടക്കുന്നുണ്ടാവും. ഇതിന്റെ കൗണ്ടിങ് 8 ആവുമ്പോഴാണ് CR90 എന്ന് പറയുന്ന കോണ്ടാക്ട് ക്ലോസ് ചെയ്യുക. നമ്മൾ O1 O2 തന്നെ പറയുന്ന പോലെ വേറൊരു അഡ്രസ്സാണ് CR1 CR2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CR18 CR90 എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിലും കൗണ്ട്, ഇവിടെ 6ഉം പ്രീസെറ്റ് വാല്യൂ 6 ആണ്, 6ന് അടുത്ത് കൗണ്ട് വരുമ്പോഴും ഇവിടെ 8 ആണ് പ്രീസെറ്റ് വാല്യൂ, 8ന് ഈക്വൽ ആയ കൗണ്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 കോണ്ടാക്റ്റും ക്ലോസ് ചെയ്യുക, ഔട്ട്പുട്ട് ഓൺ ആവും. ഓക്കെ, അങ്ങനെയാണ് കൗണ്ടർ വർക്ക് ചെയ്യുക. ഇനി PLC-യിലുള്ളത് ടൈമർ പഠിച്ചു, കൗണ്ടർ പഠിച്ചു, ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ടൈമറും കൗണ്ടറും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒരു 16 ബിറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ് കോൺഫിഗറേഷനിലാണ്. ബിറ്റ് വെച്ചിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ പറയുന്നത് റാം ഇത്ര GB എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രൊസസ്സർ നമുക്കറിയാം പ്രൊസസ്സർ 32 ബിറ്റ് ആണ്, 64 ബിറ്റ് ആണ് എന്നെല്ലാം പറയുന്നത് പോലെ തന്നെ PLC-യിലും ബിറ്റ് വൈസ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. അപ്പം ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഒരു രജിസ്റ്ററിൽ, അതായത് ഒരു രജിസ്റ്ററിൽ കുറെ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഷിഫ്റ്റ് ലെഫ്റ്റും ഉണ്ട്, ഷിഫ്റ്റ് റൈറ്റും ഉണ്ട്. നിങ്ങൾക്ക് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് യൂസ് ചെയ്യാം, ലെഫ്റ്റിലേക്കാണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ ഒരു ഫംഗ്ഷൻ കാണിച്ചിരിക്കുന്നത് ഷിഫ്റ്റ് റൈറ്റിന്റെ ഫംഗ്ഷൻ ആണ്, ഷിഫ്റ്റ് ലെഫ്റ്റ് അല്ല. അപ്പൊ SR ഷിഫ്റ്റ് റൈറ്റിന്റെ ഫംഗ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് 3 ഇൻപുട്ട് ആണുള്ളത്. ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻപുട്ടും, 2 ഏതാണ് ഡാറ്റ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടെന്നുള്ള ഇൻപുട്ടും, എനേബിൾ ചെയ്യേണ്ട ഇൻപുട്ടും. എനേബിൾ എപ്പോഴും ക്ലോസ് ചെയ്യാം. അപ്പം നമ്മൾ ഷിഫ്റ്റ് റൈറ്റ് ആണ് അല്ലെ, റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ഡാറ്റ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ഡാറ്റ എംറ്റി വരും, ഇവിടെ ഒരു ബിറ്റ് എംറ്റി വരും. അത് 1 വേണോ 0 വേണോ, അതാണ് ഈ സെക്കൻഡ് ഇൻപുട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഒന്നും കൂടെ പറയാം, ഈ ഒരു PLC-യിൽ നമ്മൾ കാണാത്തൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഇതിനകത്ത് ലോട്ട് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ, നമുക്ക് നേരത്തെ പറഞ്ഞ കൗണ്ടറിന്റെ വാല്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഡിവൈഡ് ചെയ്ത് ആ ഓപ്പറേഷൻസ് ഒക്കെ ഇതിൽ പെർഫോം ചെയ്യാം. ഇതൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു രജിസ്റ്റർ വഴിയായിരിക്കും. ഈ രജിസ്റ്ററിൽ നമുക്ക് പല ഓപ്പറേഷനും ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് റൈറ്റ് റൊട്ടേറ്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ. അതിൽ ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളെ വാല്യൂ എങ്കിൽ, ഇതാണ് നമ്മുടെ ബിറ്റ് രജിസ്റ്റർ എങ്കിൽ, ഈ ഡാറ്റനെ റൈറ്റിലേക്ക് ഒരു ബിറ്റ് വെച്ച് ഷിഫ്റ്റ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക്. അപ്പൊ അത് ഈ ഒരു ഇൻപുട്ട് കൊടുത്താലാണ്, ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്താലാണ് ഷിഫ്റ്റ് ചെയ്യാം അല്ലെ. അത് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ബിറ്റിൽ ഒരു എംറ്റി പൊസിഷൻ വരും. അതിലേക്ക് നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, 0 ആണോ 1 ആണോ, അത് ഡിസൈഡ് ചെയ്യാനാണ് രണ്ടാമത്തെ ഇൻപുട്ട്. അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയി, ഓപ്പൺ ആയി കഴിഞ്ഞാൽ 0 ആയി അല്ലെ. ഇത് കംപ്ലീറ്റ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഇൻപുട്ട്. അങ്ങനെയാണ് ഷിഫ്റ്റ് റൈറ്റ് നടക്കുന്നത്. ഷിഫ്റ്റ് ലെഫ്റ്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അല്ലെ, ഈ ഒരു ഡയറക്ഷനിലാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഇവിടെയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കുള്ള വേറൊരു ഫംഗ്ഷനാണ് റൊട്ടേറ്റ് അല്ലെ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ റൊട്ടേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കോൺഫിഗറേഷൻ ആണ് റൊട്ടേറ്റിന് ഉണ്ടാവുക. റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പം അവസാനം പുറത്തു വരുന്ന ഈ ബിറ്റ് അത് എങ്ങോട്ട് പോകും, റൊട്ടേറ്റ് ചെയ്ത് ആദ്യത്തിലേക്ക് പോകും. അതാണ് റൊട്ടേഷന്റെ പ്രത്യേകത. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റിൽ ഉണ്ടായ ബിറ്റ്
നമുക്ക് കളഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അത് ഡിലീറ്റ് ആയി പോകും. പിന്നെ നമ്മൾ അവസാനം പെൻഡിങ്ങിൽ വരുന്നതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. റൊട്ടേറ്റ് അങ്ങനെയല്ല, ഒരു ഡാറ്റയും മിസ്സാവുന്നില്ല, ആ ക്ലോസ്ഡ് ലൂപ്പിൽ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ ഡാറ്റ എങ്ങോട്ട് പോകും? പുറത്തേക്ക് പോകും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ ചെയ്തത് എന്താ, ഈ ഒരു ലാസ്റ്റ് ഉള്ള ബിറ്റിനെ എടുത്ത് പുറത്ത് കളഞ്ഞു. ഇവിടെ നമ്മൾ പുതിയ ഒരു ബിറ്റ് ഇൻസേർട്ട് ചെയ്തു. അതിനാണ് ഷിഫ്റ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, റൊട്ടേറ്റ് ആണെങ്കിൽ എന്താ, റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് ഉണ്ടാവുന്ന ബിറ്റ് എവിടത്തേക്ക് വന്നിരിക്കും? ഫസ്റ്റിലേക്ക് വന്നിരിക്കും. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അടുത്ത ബിറ്റ് വന്ന് മാറി മാറി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് റൊട്ടേറ്റ് ഫംഗ്ഷൻ. റൊട്ടേറ്റ് റൈറ്റും ഉണ്ട്, റൊട്ടേറ്റ് ലെഫ്റ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് PLC നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് PLCയുടെ ഡെഫിനിഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ചോദിക്കാം, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PLC എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, ഇന്റേണൽ റിലേ എന്താണെന്ന് ചോദിക്കാം, ടൈമറിന്റെ ടൈപ്സ് ചോദിക്കാം, കൗണ്ടറിന്റെ ടൈപ്പും ചോദിക്കാം. ഇനി എന്തായാലും ഒരു പ്രോഗ്രാം ഉണ്ടാവും, ഒരു ലാഡർ ഡയഗ്രാം വരക്കാൻ ചോദിക്കും. ഒന്നെങ്കിൽ ലോജിക് ഗേറ്റ് എല്ലാം ലാഡർ ഡയഗ്രാം ആക്കി വരക്കാനായിരിക്കും ചോദിക്കുക. ആൻഡ്, ഓർ, നോട്ട്, വേണമെങ്കിൽ എക്സോർ, ഇതിന്റെ ഒക്കെ ലാഡർ ഡയഗ്രാം വരക്കാൻ ഡയറക്റ്റ് ചോദിക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു കൺവെയർ ഉണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയും ഒരു ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ട്, കൂളൻ മോട്ടർ ആദ്യം ഓൺ ആവണം, 8 സെക്കൻഡ് ശേഷം ഗ്രൈൻഡിങ് മെഷീൻ ഓൺ ആവണം, അല്ലെങ്കിൽ ഒരു കൺവെയറിലൂടെ ഇത്ര ഒബ്ജക്റ്റ് വരുന്നു, വേറൊരു കൺവെയറിലൂടെ ഇത്ര ഒബ്ജക്റ്റ് വരുന്നു, ഇത് രണ്ടും കൂടി ഇത്ര ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവണം. അതുപോലെ തന്നെ എക്സാമ്പിൾ ചോദിക്കും. ഇപ്പൊ ഞാൻ തരാത്ത എക്സാമ്പിളും അവർ ചോദിക്കും ക്വസ്റ്റ്യനിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ലോജിക് ഇത് മനസ്സിലായെങ്കിൽ നിങ്ങളെ ലോജിക് വെച്ചിട്ടാണ് ആ ലാഡർ ഡയഗ്രാം വരക്കേണ്ടത്. ലാഡർ ഡയഗ്രാം വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഡയഗ്രാം മാത്രം വരച്ചാൽ പോരാ, ഓരോ കോണ്ടാക്ടിന്റെയും അഡ്രസ് എന്താണെന്ന് പറയണം, ഏതാ ഇൻപുട്ട് എന്ന് പറയണം. ഇപ്പൊ I1 എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ I1 എന്ന് എഴുതണം. ആ I1 എന്താണെന്നുള്ളത് മുകളിൽ എഴുതി വെക്കണം. I1 എന്ന് പറയുന്നത് ഇൻപുട്ട് സെൻസർ ആണ്, അല്ലെങ്കിൽ കൺവെയർ എയിലുള്ള സെൻസർ ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചാൽ മാത്രമേ മാർക്ക് കിട്ടും. വെറുതെ ഡയഗ്രാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ അഡ്രസ് ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കൺഫ്യൂഷൻ ആയോ? ലാസ്റ്റ് ടൈമറും കൗണ്ടറും ഒക്കെ വന്നപ്പോൾ കൺഫ്യൂഷൻ ആയോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യടോ? മനസ്സിലായി സാർ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെ, അതേപോലെ തന്നെ എന്തൊക്കെ വർക്കിംഗ്, ഷിഫ്റ്റ്, റൊട്ടേറ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇതിന്റെ നോട്ട് ഞാൻ അനസാർ നിങ്ങൾക്ക് ലിൻവേസിൽ അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത്രയാണ് PLCയുടെ ക്ലാസ് ഉള്ളത് എന്നത്. അപ്പൊ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു PLCനെ പറ്റി ഓവറോൾ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെ, അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവില്ലേ? അത്യാവശ്യം ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇത് സാധാരണ ഒരു 30-40 മണിക്കൂറിന് എടുക്കേണ്ട ക്ലാസ് ആണ്. ഓക്കെ, ടൈമറും കൗണ്ടറും മറ്റേ ഇൻട്രൊഡക്ഷൻ ഒക്കെ. ഓക്കെ, നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ഇത്രയാണ് PLCയുടെ ക്ലാസ് ഉള്ളത്. താങ്ക് യു സാർ.
Yes, good afternoon. Good afternoon, sir. എന്താണ് ഇവിടെ എല്ലാവർക്കും നെറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജിയോ ഉള്ളായിരിക്കും കിട്ടുന്നില്ല. കട്ടായിട്ടാണല്ലോ, നേരത്തെ ക്ലാസ്സും കിട്ടിയില്ല. വേറെ എടുക്കാം, ചിലപ്പോൾ റെക്കോർഡ് ചെയ്തതിൽ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അങ്ങനെ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടും. നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. മറ്റന്നാളത്തെ എക്സാമിന്റെ കേസ് പിന്നെ ഞാനായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഇതന്നെയായിരിക്കും, സെയിം പാറ്റേൺ ആണ്. 7.5 മാർക്കിന്റെ കേസ് തന്നെയാണ്. പിന്നെ